ഗൈസ് ഇന്നും കൂടെ കൂടി റൂമിന്റെ റെന്റ് മൊത്തത്തില് ഡിസ്കൗണ്ട് 20,000 ആയിട്ടില്ല. മൊത്തത്തില് ഇന്നും കൂടെ കൂട്ടി ഇന്നിപ്പോ 8,000 കൊടുത്തു. 8,000 പിന്നെ 3,000 10,000 രൂപയായി. ഗൈസ് അങ്ങനെ അടുത്ത ദിവസം തുടങ്ങിയാണ്. ഞങ്ങൾ അങ്ങനെ പുതിയ കോസ്റ്റ്യൂംസിൽ ഇറങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അടുത്ത 2-3 വണ്ടികൾ കാണാൻ വേണ്ടി. ഇന്ന് എത്ര വണ്ടിയാണ്? മുമ്പ് നമുക്ക് ഭരത്തിനെ പിക്ക് ചെയ്യണം, മറ്റേ പേപ്പർ മേടിക്കാൻ വേണ്ടി. യെസ് ഗൈസ് നോക്കൂ, അപ്പം നമ്മൾ നേരെ പോവുകയാണ് ഓഫീസിലേക്ക്. ഇന്ന് സൺഡേ ആണ്, നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ന് സൺഡേ, ഞങ്ങൾ മൺഡേ. നമ്മുടെ അവിടെ തിരക്കില്ലെങ്കിലും ഇവിടെ തിരക്കുണ്ട്. ഇതേപോലെയുള്ള കൊച്ചപരാധികളുള്ളിടത്ത് ബ്ലോക്ക് തീർച്ചയായും ഉണ്ടാകുന്നതാണ്. കാരണം അത് ഒരിക്കലും മാറത്തില്ല. കാരണം ഈ കൊച്ചപരാധി ഒരിക്കലും അവൻ നന്നാവൂല. അവൻ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യൂല. കണ്ടോ, മര്യാദയ്ക്ക് ഇവിടെ വരെ ക്യൂ ഉണ്ട്. അവനവിടെ പോവാൻ ഒരു ചുണ്ണിയുടെ അത്രയും പോലും വീതിയില്ല. നിങ്ങൾ ആലോചിക്കണം, ഒരു ചെറിയ ഒരു വീതി പോലും. അവനാണ് ഈ തോന്നിവാസം കാണിച്ചു. അതുകൊണ്ട് ആർക്കും ഇല്ലാതെ തൊപ്പി പോയി. നിങ്ങളുടെ തൊപ്പിയല്ലേ പോയിട്ടുള്ളൂ, ചുക്കാമണിയൊന്നും പോയിട്ടില്ലല്ലോ. പിന്നെ നിങ്ങൾക്ക് പേടിക്കേണ്ട കാര്യമില്ലല്ലോ. തൊപ്പി ഞാൻ അവിടെ കണ്ടുപിടിക്കും. എടോ അതാ മറ്റേ സിയാസിലുണ്ടെന്ന്. സിയാസിലുണ്ട്. ഇന്നലെ രാത്രി പോലീസ് വിളിച്ചപ്പോ തൊപ്പി ഉണ്ടായിരുന്നു. ഇല്ലെന്ന് ഉണ്ടായിരുന്നു. ഇല്ല 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 ഇല്ല. നോക്കിക്കേ, കാണിക്കുന്നില്ല. സഹനീയമായ തിരക്ക് കേട്ടോ. ഞാൻ ജീവിതത്തില് ഈ അടുത്തൊന്നും തുടക്കത്തിൽ ഇങ്ങനെ തിരക്കുണ്ടാവും. പിന്നെ ഞായറാഴ്ച എല്ലാരും പുറത്തിറങ്ങുന്ന ദിവസമാണ് ഇന്ന്. കുടിക്കാനും അതേപോലെ TV കാണാനും എല്ലാത്തിനും പുറത്തിറങ്ങുന്ന സമയമാണ്. TV കാണാൻ വീട്ടിലല്ലേ? സിനിമ തിയേറ്റർ നമ്മളെ ചെറുതാക്കിയതാ നമ്മുടെ ഇതിന്. ഗൈസ് നോക്കൂ, നമ്മൾ പോകുന്ന വഴിയുടെ തീരദേശങ്ങളിൽ നിങ്ങൾ കാണുന്നത് കണ്ടോ, ഇന്ന് ഒഴിഞ്ഞ കടകൾ. ഞായറാഴ്ച ഇവിടെ സൺഡേ 4th ലീവാണോ തുമ്പി? മാർക്കറ്റ് ഫുൾ ഓൺ ആയിരിക്കും, കടകൾ ഓഫ് ആയിരിക്കും. അല്ല കൃത്യം നോക്കിയ നഗരം കാണാൻ ആ രസം. നമ്മുടെ ഇതില്ലേ, അതായത് രാഷ്ട്രീയക്കാർ ഇതൊക്കെ കിടക്കുന്നത്. അപ്പൊ ഇവിടെ വൃത്തിയാക്കിയില്ല, അവരുടെ പണി പോകും. അതൊക്കെ രാഷ്ട്രീയക്കാരുടെ വീടുകൾ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ. എംബസിയും അവിടെ ഞാൻ പാർട്ടിയുടെ ഒക്കെ കുറെ വീടുകളൊക്കെ പണി ഉദ്യോഗസ്ഥരെ ചെയ്ത് തീർത്തു. ഇന്ത്യ ഗേറ്റ്. നോക്കിക്കേ, ഇന്ത്യ ഗേറ്റ് കാണുന്നുണ്ടോ നിങ്ങള്? അങ്ങോട്ടും അതോ ഇതാ. സോറി ഗൈസ്, എനിക്ക് തെറ്റുപറ്റി. നിങ്ങളോട് സോറി ഗൈസ്. ഇതാട്ടോ ഇന്ത്യ ഗേറ്റ്. ഞാൻ ആദ്യമായിട്ട് കാണാം. നിങ്ങളോ? ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ. ഇവിടെ നടക്കാനും വാക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട് അല്ലേ? ഫൈനലി ഞങ്ങളൊരു സ്ഥലത്തെത്തി. നല്ല തമിഴ്നാട് സ്റ്റൈൽ ദോശയും സാമ്പാറും കഴിക്കട്ടെ. നല്ല സെറ്റപ്പ് ദോശയും സാമ്പാറും കഴിച്ചിട്ട് ഇന്നത്തെ പരിപാടി തുടങ്ങാം. നിങ്ങൾ സെറ്റപ്പ് എന്ന് പറഞ്ഞിട്ട് അവിടെ കൊണ്ടുവന്നില്ലേ? നിങ്ങളുടെ മുട്ടമണി പിടിച്ച് നമ്മൾ തിരിക്കും കേട്ടോ. അവിടെയാണ് കൈ കഴുകണ്ടേ? ഞാൻ കൈ കഴുകിയതാ. തമിഴ്നാട് ടൈപ്പ് ഫുഡാന്ന് പറഞ്ഞിട്ട് എല്ലാം ഹിന്ദി ഫുഡാണല്ലോ. ഇവിടുത്തെ ഒരു മെയിൻ സാധനം കേട്ടോ ഈ കുറ്റി ടേബിള്. വയ്യല്ല, തമിഴാണ്. ദോ ഇഡ്ഡലി ദേ ദോ അഭി. ഇഡ്ഡലി ദോശ വട വട. ചെന്ന ചെന്ന ഇതന്നത്. എടാ രാവിലെ വന്നിട്ട് ചോറ് വെച്ച് നിന്നെ ഇതാണ് ഇവിടുത്തെ ഒരു പ്ലേറ്റ് ഇഡ്ഡലി. 2 ഇഡ്ഡലിയും കൂട്ടത്തിൽ സാമ്പാറും ചട്നി. സാമ്പാർ എങ്ങനെയുണ്ട്? ചട്നി തമിഴ്നാട് ചട്നി, അതായത് തേങ്ങയും മറ്റേ പരിപ്പ് അരിച്ചെടുത്ത് സാമ്പാർ. കുഴപ്പമില്ല കേട്ടോ, കുഴപ്പമില്ല. അപ്പം ഞങ്ങളിത് കഴിക്കട്ടെ. ബി മസാല, കുമ്പി ഒനിയൻ, ഞാൻ ഇഡ്ഡലി. നല്ല ഫുഡാട്ടോ, രാവിലെ കഴിക്കാൻ പറ്റിയ. ഇഷ്ടപ്പെട്ടില്ല? വടയും അല്ല കേട്ടോ. ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് അടുത്ത സ്ഥലത്ത് വന്നാണ്. നല്ല സെറ്റപ്പ് വണ്ടി. തമ്മിലടിയാണ്, കുപ്പി പറക്കുന്നതിന് വരെ. പക്ഷെ എന്നാ ചെയ്യൂന്ന് പറ, കുപ്പി അങ്ങോട്ടും ഇങ്ങോട്ടും പിറക്കി അവർ 2 ഇത് കൂടുതലെടുത്ത് പറഞ്ഞ് തമ്മിലടി. പിന്നെ എങ്ങനെ വരും നന്നാവാനാ? നമ്മളെന്തിന്? അവൾ ഏകദേശം ഗതിയിലാ ഉള്ളേ. ഇനി കുപ്പി പറക്കണോ പാട്ട പറക്കണോ? അടുത്ത ക്യാമറ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അതിൻ്റെ എത്ര നാട്ടിൽ ടാക്സ് അടക്കുന്നൊക്കെ ഇവിടെ കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. നോക്കട്ടെ കേട്ടോ. സ്വന്തം സ്ക്രൂ ഉണ്ട് കേട്ടോ. ഗൈസ് നോക്കൂ, ഫൈനലി നമ്മളങ്ങനെ 2 ദിവസത്തിന് ശേഷമാണ് വീഡിയോ എടുക്കുന്നത്. സംഭവം നിങ്ങൾ ആദ്യത്തെ ഇതിൻ്റെ അകത്ത് കാണുന്ന ടീഷർട്ടിലായിരിക്കും ഇപ്പം.
നമ്മളങ്ങനെ മൊത്തം 3 വണ്ടിയാണ് എടുക്കാൻ പ്ലാൻ ചെയ്ത് വന്നിരുന്നത്. അങ്ങനെ അതിൽ ഒരു വണ്ടി വീട്ടിലേക്ക് നമ്മൾ എടുത്തു. കൊറോള ആൾട്ടിക്സ് 2011 മോഡല്. ഇപ്പൊ തുമ്പി ഇതിന്റെ എന്തോന്ന് ചെക്ക് ചെയ്യുവാണ്. എന്നാ തുമ്പി നമ്പർ എടുക്കും. അതെങ്ങനെ ചെക്ക് ചെയ്യുന്നത്? ഇതേപോലെ ഇങ്ങനെ പെൻസിലിൽ ഇങ്ങനെ ഒരയ്ക്കും, സ്ലൈഡ് ചെയ്ത് ഒരച്ച് നമ്പർ കണ്ടുപിടിക്കും. നമ്പർ എടുത്തിട്ട് ഇത് RTOയിൽ കൊടുത്ത് NOCക്ക് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇത് വെരിഫൈ ചെയ്യും അവർ. അങ്ങനെയാ, ഇങ്ങനെയാണ് ഇത് എടുക്കുന്നത്. ഗൈസ് നോക്കൂ, ഓട്ടോമാറ്റിക് സൺറൂഫ് ഇല്ലല്ലോ, അതായത് സൺറൂഫ് ഇല്ലാത്ത പോലെയാണ്. പവർ അല്ലേ തുമ്പി? 4-5 പേർക്ക് ഇരിക്കാം മൊത്തത്തിൽ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു വണ്ടിയാണ്. ആകെ ഇവിടെ ഈ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അത് നമുക്ക് മറ്റേ ഇത് ഫോമിൽ ഒട്ടിക്കാവുന്ന ദിവസമേ ഉള്ളൂ. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നോക്കണ്ടേ ഓൾ ഒറിജിനൽ എഞ്ചിൻ നമ്പർ, ചേസിംഗ് നമ്പർ. അതായത് ഫ്രണ്ട് ബമ്പറും ബാക്ക് ബമ്പറും റീപെയിന്റ് ആണ്. പിന്നെ ഫ്രണ്ട് ഗ്ലാസ് ഇതാണ്. അതായത് എന്താണ് എന്നാടാ വേണ്ടേ? ഫോൺ എടുക്കും ഞാൻ. ടയോട്ട കൊറോള ആൾട്ടിക്സ് 1.8V ആണ് നമ്മൾ മേടിച്ചത്. അത്യാവശ്യം എല്ലാം നല്ല അടിപൊളിയാണ്. പെട്രോൾ വേരിയൻ്റ്, ഒരു 10 കിലോമീറ്ററൊക്കെ മൈലേജ് കിട്ടും. അഭിരാമിക്കും മമ്മിക്കും പപ്പയ്ക്കൊക്കെ എവിടെയൊക്കെ പോകാനായിട്ട് ഉപകാരപ്പെടും. പിന്നെ അത് മാത്രമല്ല, എയർ ബാഗ് കൊണ്ട് അത്യാവശ്യം സേഫ്റ്റി ഉണ്ട്. കൊച്ചിനെ സ്കൂളിൽ വിടാനും അവിടെ ഇവിടെയൊക്കെ പോകാനൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല. പിന്നെ ഗീറിട്ട് ചാടണ്ട, അങ്ങനെയുള്ള അത്യാവശ്യം എല്ലാ സെറ്റപ്പുള്ള നല്ലൊരു കിടിലം വണ്ടി. ഞങ്ങൾക്ക് കിട്ടിയ റേറ്റ് തുമ്പി പറയുകയാണ്, ഞാൻ പറയാം. തുമ്പി പറഞ്ഞാലേ പറയാൻ പറ്റത്തുള്ളൂ. അത്യാവശ്യം നല്ലൊരു വിലയ്ക്കാണ് കിട്ടിയത്. അതായത് ഒക്കെയാണ് നമുക്ക് ഈ വാഹനം കിട്ടിയിരിക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ല. ഗൈസ് നോക്കൂ, കഴിഞ്ഞ 3 ദിവസമായിട്ടല്ല 2 ദിവസമായിട്ട് നമ്മൾ വീഡിയോ എടുത്തില്ല. കാരണം നമ്മൾ എൻഡവറിൻ്റെ പുറകെ പോയി. പിന്നെ ഇത് കൂടാതെ നമ്മൾ അക്കോഡ് നോക്കിയിട്ടുണ്ട്. പിന്നെ ഇതും ചിലപ്പോൾ അക്കോഡും ഇതും എൻഡവറും കൂടി നിർത്തും. എന്നിട്ട് നമ്മൾ നേരെ അടുത്ത സ്ഥലത്തോട്ട് വണ്ടി എടുക്കാൻ വേണ്ടി. ആ വണ്ടി എപ്പോഴും സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുക. നമ്മൾ ഓൾറെഡി ഇവിടെ അഡ്വാൻസും കാര്യങ്ങളും കൊടുത്തു. പൈസ എണ്ണി ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കൊടുത്തത് ഗൂഗിൾ പേ കൊടുത്തത് അവരവരുടെ കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കുന്നു. ഇതാണ് ഇവിടുത്തെ കച്ചവട രീതി എന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യം എനിക്ക് മനസ്സിലായത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ പൈസ ഇപ്പോൾ നമ്മൾ 50,000 രൂപയാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കി ഫുൾ എമൗണ്ട് എങ്ങനെയാണ് എന്താണെന്നൊന്നും എനിക്ക് അറിയത്തില്ല. എൻ്റെ ഡീലിംഗ് എന്നാന്നുള്ളതൊന്നും. ബിബി അവിടെയൊക്കെ എന്തോ ടൈപ്പിങ് പരിപാടി സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നാ സംഭവം എന്നുള്ള എഴുതി കൊടുക്കണമെന്ന് തോന്നുന്നു. എന്നാ വേണ്ടേ? ഇവർ കച്ചവടക്കാർ തന്നെ, ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നല്ല ഇതുള്ളതാണ്. കണ്ടോ, വേറെ ആരെങ്കിലും ഞാനുമാണ് ഇപ്പം എഴുതാൻ അറിയത്തില്ലെന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര മഴ. എനിക്ക് നാണമൊന്നുമില്ല കേട്ടോ, അത് ചിന്തിച്ചിട്ട് കാര്യമില്ല. ബേക്കിലെ ടയർ കുഴപ്പമില്ല, ഈ ഒരു ടയർ കുഴപ്പമില്ല. 4 ഡിസ്ക് ബ്രേക്ക്. പിന്നെ എന്നാലും നാട്ടിൽ കുറച്ച് പണിയെടുക്കാണ്ട്. ഈ ടയറും കുഴപ്പമില്ല, ഈ ടയറും കുഴപ്പമില്ല, ഈ ടയർ കുഴപ്പമില്ല. ഇതാണ് നമ്മളൊരു സ്ഥലത്ത് എഞ്ചിൻ, ഇതാണ് കൂടുതലേ നോക്കാൻ ആള് വേണം. സ്വന്തം ചാടിക്കയറി വന്നിട്ടേ എത്ര പേരാന്നറിയോ RC ബുക്ക് പോലും ഇവിടെ കിട്ടാതെ വണ്ടികൾ മുഞ്ചിത്തിരിഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ ഒരു ഏജന്റ് കൂടുതൽ വേണം. 10 രൂപ ലാഭത്തിന് പോയി കഴിഞ്ഞാണല്ലോ മേലോട്ട് നോക്കി ഇരിക്കേണ്ടി വരും. ആദ്യം വണ്ടിയുടെ ബോഡി എല്ലാം നോക്കണം, എഞ്ചിൻ നമ്പറും ചേസി നമ്പറും. നോക്കിയേ പാവം എത്ര നേരം ഇവിടെ ഇരിക്കുന്നത് നോക്കിയേ. തുമ്പി നമ്മൾ 3ഉം പിന്നെ നിങ്ങളുടെ വണ്ടി എല്ലാം കൂടി ആകുമ്പോൾ ഒരു കണ്ടെയ്നർ ആയില്ലേ തുമ്പി? 3 സ്പെയർ ചാവി കിട്ടി കേട്ടോ. ഇത് കണ്ടോ, ഇത് കൂടാതെ 3 എണ്ണം കിട്ടി. ഇത് കണ്ടോ, സിഗരറ്റ് ലാമ്പ്. ഈ മോഡ് ഇത് ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ. ഇവിടെ അത്യാവശ്യം എല്ലാ സ്പെക്കും എല്ലാം ഉണ്ട്. ഇവിടെ ഓട്ടോ മിററാണ്. പിന്നെ അത്യാവശ്യം എല്ലാ സംഭവം ഉണ്ട് കേട്ടോ. നമ്മൾ വിചാരിച്ച പോലെ 10 എടുത്തിട്ട് വണ്ടി നോക്കട്ടെ. എലികേറാൻ സാധ്യത ഉണ്ടാവും കേട്ടോ. ബെനലിയാണ് അവരുടെ ശത്രു. ഞങ്ങള് ക്യാമറ നോക്കി നടന്ന കേട്ടോ. ക്യാമറ നമ്മുടെ വിലക്ക് സെറ്റ് ആയില്ല. ക്യാമറയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇതിന് ക്രൂസ് കൺട്രോൾ ഒക്കെ ഉണ്ടോ? സെറ്റാക്കി പോവാ. ഇത് സെറ്റ് ചെയ്തിട്ട് അതെ, ക്രൂസ് കൺട്രോൾ ഉണ്ട്. പിന്നെ അത്യാവശ്യം നല്ല സെറ്റപ്പ് ആട്ടോ. അത്യാവശ്യം വേണ്ട എല്ലാം ഉണ്ട്. ഡിസ്പ്ലേയിലെല്ലാം കാണിക്കുകയൊക്കെ ചെയ്യും. ഡോറ് തുറന്നു, അങ്ങനെയുള്ള സാധനങ്ങൾ. ഇരുന്ന് വയ്ക്കാടാ ഇവന്, ഒന്ന് ഇരുന്ന് വയ്ക്കാ. വാ, അതൊക്കെ തുമ്പി കൊടുത്തോളൂ. നീങ്ങ് വാ, ഒന്ന് ഇരുന്ന് നോക്ക് നീ. ഇവിടെ ഒരു മയിൽപ്പീലി വെച്ചിട്ടുണ്ട്. ബാ ശരി, എന്നെ പോലുള്ളവർക്ക് പറ്റൂല. അല്ല മറ്റേ അവിടെ ഇലക്ട്രിക്കലാ സീറ്റ്. അത് പൊക്കോ ചെയ്യാ. ഫ്രണ്ട് ഉള്ള നമുക്ക് ശീലമില്ല. ആര് പറഞ്ഞു? നീ ഇപ്പൊ താന്നേ ഇരിക്കുന്നേ.
അച്ഛേ ആ പൊങ്ങട്ടെ 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 ഇപ്പൊ നീ പൊങ്ങിക്കൊണ്ടിരിക്കുക പൊങ്ങിയേ മാക്സിമം. ആ ഇനി മറ്റേ നീളത്തിരിക്കുന്ന സാധനം പിടിച്ച് ഇങ്ങോട്ടാക്ക്. അതല്ല മറ്റേ അതിന്റെ ഇപ്പുറത്ത് വേറെ ഒരെണ്ണമില്ലേ ഇങ്ങനെ നീണ്ടിരിക്കുന്ന ഒരെണ്ണം. മരഭൂതമേ അതാ പൊക്കിക്കൊണ്ടിരുന്നത്. MBJ 53ZEE MBZEE 20/76 21 715. നിങ്ങൾക്ക് ഓക്കെ ആണ്, നമുക്ക് ഓക്കെ, പിന്നെ പ്രത്യേകിച്ച് നോക്കാന്നില്ല. ഓക്കെ ഓക്കെ. പിന്നെ എഞ്ചിൻ നമ്പർ നമുക്ക് വണ്ടി എഞ്ചിൻ തൂക്കണം, ഇറക്കണം. അല്ലാതെ എഞ്ചിൻ നമ്പർ എഞ്ചിൻ അങ്ങ് ഉള്ളിലാ. അതെ റാമ്പി കയറ്റിയിട്ട് ആ നമ്മുടെ കണ്ണ് ഇതില്ലേ റാമ്പി കയറ്റി പൊക്കിയിട്ട് അടിയിൽ തണ്ടർഷീൽ അഴിച്ചിട്ട് എഞ്ചിൻ നമ്പർ എടുക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ ടെക്നിക്കലി എഞ്ചിൻ അതിന്റെ എഞ്ചിനാ. നീളത്തിരിക്കുന്ന സാധനത്തിൽ പിന്നെ ആക്കട ഞാൻ കാണിച്ചു തരാം. അത് നാക്കട എന്നിട്ട് പോടാ. ഒരു വാണക്കേസ് ഞാൻ പരമാണം. എടാ അതൊന്ന് പിടിക്കടാ. ന്യൂ ഇയറിന് മാത്രമേ പുറത്തിറങ്ങാറുള്ളൂ. ഒരു വണ്ടിയോട് ഒരു താല്പര്യമില്ലാത്ത ഒരു മണം എന്നതാ. എനിക്കെന്നൊക്കെ പറഞ്ഞാൽ വണ്ടി ഭ്രാന്താ. ഇവിടെ ലൈസൻസ് കിട്ടിയ പിറ്റേ ദിവസം ഞാൻ എങ്ങോട്ടോ ദൂരത്തോട്ടാ പോയെ. ഇപ്പൊ ലൈസൻസ് കിട്ടിയാൽ ലൈസൻസ് സൂക്ഷിച്ചു വെക്കുക. ആ കൊടുത്തോ. ഇത് കൊണ്ടുപോയേക്കാം. എടുത്തോ? നിങ്ങൾ എടുത്ത് ഓടിച്ചു ആണോ? കൈസ് ഞങ്ങൾ വണ്ടി എടുത്തു. കൈസ് നമ്മൾ വണ്ടി എടുത്തു, ഒരെണ്ണം എടുത്തു. എൻ്റെ പൊന്നെ 10-12 ദിവസത്തിന് ശേഷം ഇന്ന് വണ്ടി എടുക്കുന്നത്. ദൈവമേ, ആലോചിക്കാൻ പറ്റുന്നില്ല കേട്ടോ. സംസാരിക്കട്ടെ, ഇവിടെ എന്തൊക്കെ സംസാരിക്കുക, ഡീലിങ്ങും സംഭവങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നടത്തട്ടെ, അത് കഴിഞ്ഞതിന് ശേഷം നമുക്കിവിടുന്ന് പോവാട്ടോ. ഗൈസ് ഫൈനലി ഇനിയിപ്പോൾ ഇവിടുത്തെ കുറച്ച് ഡീലിങ്സും കൂടെ ഉണ്ട്. അതായത് NOC ക്കുള്ള പരിപാടി. NOC കൈയോടെ കട്ടാക്കി പോകണം, പിന്നെ പേടിക്കണ്ട. ഇവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത് NOC ക്കാണ്. നമ്മളെക്കാളും ഇപ്പം പേടി എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ കച്ചവടക്കാർക്കാണ്. അന്നപ്പം ഇവിടെ പടാപ്പട്ട് ചെയ്തു തരും അല്ലേ? വെരി ഫാസ്റ്റ്. NOC ക്ക് ഇത് അപ്ലൈ ചെയ്തു. ഇപ്പോൾ OTP വരും. കൈയോടെ OTP കൊടുത്തോ. ഒരാഴ്ചക്കുള്ളിൽ പ്രിന്റ് തരാം. ഒരാഴ്ചക്ക് ഇപ്പുറം പ്രിന്റ് തരാം, NOC തരാം. ഓക്കെ. ഇവിടെയാ ഗൈസ് നമ്മുടെ NOC സാധനത്തിൽ സൈൻ ചെയ്തു. NOC ഇല്ല, അഫിഡവിറ്റ്. അടുത്തത് ഭയ്യ ബുക്ക് തരാം. ഡെലിവറി ഒരു സൈൻ കൂടെ. ഇവിടെയാ ബാങ്കിൽ ലോൺ എടുക്കണ എത്ര ഇല്ലല്ലോ ഉപ്പ്. ഒരു ഫോട്ടോ അയച്ചിട്ടുണ്ട് നിങ്ങൾക്ക്. ഓ ഗൈസ് ഫൈനലി അങ്ങനെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ എടുത്തു. ബുക്കും പേപ്പറും ഒക്കെ നേരെ കാര്യങ്ങൾ ചെയ്ത് അല്ലേ പിന്നെ ഈ 2 ഫോട്ടോയും കൂടി ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ പരിപാടി തീരും. അങ്ങനെ ഫൈനലി നമ്മുടെ തുടക്കം എന്ന് വെച്ചാൽ ഒരു വണ്ടി എടുക്കാൻ വേണ്ടിയാണ് നമുക്കൊരു പാട്, ഒരു ചടപ്പൊക്കെ വരുവാ. അല്ല ഒരു ചടപ്പ് വരുവാ. ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ പിന്നെ പട്ടപ്പട്ടാന്ന് നമ്മൾ എടുക്കും അല്ലേ? ഇപ്പൊ തുമ്പി ഓൾറെഡി 3 വണ്ടി എടുത്തു കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ ഒരു വണ്ടി എടുത്തു കഴിഞ്ഞു. പിന്നെ അതുപോലെ നമ്മുടെ നാട്ടിലോട്ട് ഒരു സാറിനും എടുത്തിട്ടില്ല വണ്ടി അല്ലേ? നമുക്കിനി എടുക്കാനുണ്ട്. നമുക്ക് ഇപ്പൊ തന്നെ അടുത്ത വണ്ടി നമ്മൾ എടുക്കാൻ വേണ്ടി പോട്ടോ. അടുത്തത് അല്ലേ? നമുക്ക് നമ്മൾ അടുത്ത വണ്ടി എടുക്കാൻ വേണ്ടി പോവാണ്. അതെ, ഇത് എൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയാണ്. ഒരു ഓട്ടോമാറ്റിക് ഒരു ചെറിയ വണ്ടി, സാധാ ഒരു മൈലേജ് ഉള്ള ഒരു നോർമൽ വണ്ടി. क्या बोलेगा? इतना तो इस ऐड में अल्टीज आ जाएगा, उससे ज्यादा तो आप इसमें कमा लोगे. क्या നമുക്ക് പോവാം. ഞാൻ എടുത്തോളൂ. അല്ല അവരപ്പോ ഏതെടുക്കും? ആരെടുക്കുക? എന്നാ പിന്നെ ഞാൻ നിങ്ങളുടെ ഇത് കയറിക്കോളാം. പുത്തമ്പണ്ടി എടുത്തിട്ട് അതേ കയറാതെ വേണ്ട അല്ല, എനിക്ക് ലൊക്കേഷൻ തന്നാ ഞാൻ വന്നോളും. ഗൈസ് നമ്മൾ തന്നതിന്റെ ഡെലിവറി വീഡിയോ എടുക്കാം കേട്ടോ. വാ 1 മിനിറ്റ്. കണ്ട ഇവിടുന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കണം. അയ്യോ കണ്ട, താങ്ക് യു. ദേതോ മേ ചലേഗാ. പുള്ളി ഇതിനകത്ത് ഇരിക്കും. फोटो हमेशा रहेगा भाई. इसका फोटो डिलीवरी का कौन लेगा? मैं करेगा. നീ കയറി ഇതിനകത്ത് കയറി പോവാട്ടോ. രാഹുൽ ഭായി ഇതിനകത്ത് കയറി. നമ്മൾ നേരെ ഇവിടുന്ന് ഫസ്റ്റ് സ്റ്റാർട്ട് എണ്ണ ഉണ്ട്. ന്യൂട്രൽ പെട്രോൾ रेडी. ऑटोमेटिक रिवर्स. आज ये गाड़ी में जाएगा, किधर जाएगा? पानीपत. पानीपत. हाँ? इसको
റിവേഴ്സ് ആനാ? ആ പോട്ടെ. അവിടെ ബൈക്കുണ്ടേ? നോക്കണടാ. ഇത് പോട്ടെ 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 പോട്ടെ. ഇനി നീ കാണത്തില്ല, എന്റെ സൈഡ് നീ നോക്ക. ആ പോട്ടെ. ഇതിന്റെ എന്തൊക്കെയോ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തെല്ലാം പഠിക്കാതിരിക്കുന്നത്. क्या बोलेगा? ये भैया ने लिया है, फोटो खींच लिया है हमने भैया का। ये भैया का गाड़ी है। ओके हाँ, he is the owner। ये ओनर. हाँ, he is the owner। താങ്ക് യു. ഈ സാധനം നമ്മൾ വിചാരിച്ച പോലെ അല്ല, ഇതിന് ഉടക്കത്തെ പവർ ആട്ടോ. നല്ല പവർ ഉണ്ടല്ലേ. ഫ്ലൈറ്റിലൊക്കെ കയറും വലിച്ചോണ്ട് പോവില്ലേ? സത്യം പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഇങ്ങനത്തെ ഒരു കാറിന്റെ ആവശ്യമേ ഉള്ളൂ. നമ്മുടെ 3 വണ്ടിയുണ്ട്. ഒന്ന് ബാവറിന്റെ ഈ ഒരു സിയാസ്, പിന്നെ നമ്മുടെ തുമ്പി വന്ന ബ്രിയോ. അപ്പൊ ഇതെല്ലാം കൂടി ആയപ്പം ഇപ്പൊ 3 വണ്ടി. ഇതിപ്പോ നേരെ നമ്മുടെ ഓഫീസിന് അങ്ങോട്ട് പോവുകയാണ്. അവിടെ ചെന്നിട്ട് ഇത് നിർത്തി വിടുവോ അങ്ങനെ എന്തെങ്കിലും ആണ്. എന്നിട്ട് ഇവിടെ നേരെ വേറെ ഏതൊരു വണ്ടി കാണാൻ വേണ്ടി പോകും. അതുകൊണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ സംഭവം ഓക്കെ അല്ലടാ. ഇതിന്റെ ഇവിടെ എയർ ബാഗ് ഉണ്ട്. അടുത്ത വണ്ടി ഏതായിരുന്നു നമ്മൾ വെച്ചത്? പിന്നെ ഒരു അക്കോഡ്, ഒരു എൻഡവർ പരിപാടി കഴിഞ്ഞു. അക്കോഡ് ചിലപ്പോ ഇന്ന് കിട്ടും. ഇൻഡോറിന്റെ കാര്യമാണ് ഡൗട്ട്. 3-4 ദിവസം അതൊരു മറ്റേ MLA കയ്യിൽ ഇരിക്കുന്ന വണ്ടിയാ. അത് അവര് വരണം, എന്നാലും നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതെ. 2011 മുതൽ വണ്ടി 24 അല്ലല്ലോടാ, 12-14 വർഷം പഴക്കമുണ്ട്. 14 വർഷം പഴക്കമുണ്ട്. 14 ഉണ്ടോ? ഇപ്പോഴും കുതിക്കുക. പിന്നെ പുള്ളിങ് നമുക്ക് റേഞ്ച് എത്ര ഓടുമെന്ന് കാണിക്കും. എന്ത് യാത്ര സുഖമല്ലേ ഇവനെ? നല്ല യാത്ര സുഖയുടെ കാര്യം പക്ക കേട്ടോ. നമ്മുടെ ഈ 200 ഒന്നും അല്ല കേട്ടോ ഇതിന്റെ ഇടയ്ക്ക് അല്ലേ. എന്ത് ഭയങ്കര വെയിറ്റ് ഉള്ള സാധനം വലിച്ചോണ്ട് വന്നൊരു ഫീലിംഗ്. ഫൈനലി നമ്മൾ അങ്ങനെ നമ്മുടെ വണ്ടി കൊണ്ടുവന്ന് ഇവിടെ ഇട്ടു. കുറച്ച് പരിപാടി ഉണ്ട്. അതായത് അതിന്റെ ടയർ സംഭവമൊക്കെ മാറ്റാണ്ട്. അതിൽ 2 ടയർ ഏത് ടയറാ മോശം? ഓടാ, ഒരു കുഴപ്പമില്ല ടയറിന്. എന്താ കുഴപ്പമിരിക്കുന്നത്? എന്റെ രീതിയിൽ അത് മോശമാണ്. തുമ്പി വന്നിട്ട് തുമ്പിയോട് ചോദിച്ചിട്ട് ചെയ്യാം. दूसरा देखने के लिए जाएगा ये वाला अल्टी सेक्योर जाएगा കൈസ്. അതായത് ഒരു ഇതും കൂടി ഉണ്ട്, കൊറോളയും കൂടെ, അതും കൂടി എടുത്താക്കാം. കാരണം എന്നെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ട് ഓടിച്ചിട്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മളെല്ലാ വണ്ടിയും കൊടുത്തും വീട്ടിലേക്ക് വണ്ടി ഇല്ലാതായില്ലേ. അപ്പം ഒന്നാമത്തെ കാര്യം റാംബോനൊക്കെ മാസത്തിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഇത് അൾട്ടിസ് എന്ന് വെച്ചാല് ഓട്ടോമാറ്റിക്, എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. ഇത് ഇതിന്റെ മേലെ ഒരു സാധനം ഉണ്ട്, അതാണ് ക്യാമറ ഗൈസ്. ഓഹ്, എന്റെ ജീവിതത്തിൽ ഞാൻ മറക്കില്ല. എല്ലാ ഡോറും തുറക്കാൻ പറ്റുമെന്ന് തുറന്നു നോക്കിയേ. ആ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റില്ല കേട്ടോ. അതിനകത്ത് മലമയില് നോക്കിയേ. പിന്നെ എന്നെ മുമ്പാന ഈ സാധനം തന്നോട്ടെ. എൻ്റെ അമ്മേ, ഇത് പിടിക്കാം. ഇതായിരിക്കും ചിലക്കൂടാ. ആയല്ലോ, ആയി, ലോക്കായി. ഇതാ യഥാർത്ഥമായിട്ട് എൻ്റെ കയ്യിലിരിക്കുന്ന ഇതാട്ടോ താക്കോല്. ബാ, ഇനി അടുത്ത സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാം. എടുക്കണമെന്ന് വിചാരിച്ച് പോയതല്ല സത്യം പറഞ്ഞ. ഗൈസ് ഇത് കണ്ടോ, ഇതിൻ്റെ ഇവിടെ സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്, ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ പറ്റും. പിന്നെ പവർ വിൻഡോ കണ്ടോ, പവർ വിൻഡോ, ലോക്ക് അൺലോക്ക്. പിന്നെ ഇതുണ്ട് സീറ്റ് ബാക്കോട്ടൊക്കെ കാണിച്ചില്ല കേട്ടോ. അത്യാവശ്യം സ്റ്റിയറിംഗ് കൺട്രോളിലുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട്. പിന്നെ ഇത് കണ്ടോ, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്, പിന്നെ എന്താ കീയുടെ സാധനം. പിന്നെ ഫ്രണ്ടിൽ ഞെക്കി കഴിഞ്ഞാൽ വെള്ളം ചീറ്റും. പിന്നെ അതുപോലെ AC ഉണ്ട്. ഓട്ടോമാറ്റിക് ആണ്, മാനുവൽ വേണം മാനുവൽ ഓടിക്കാം. ഈ സാധനം പിടിച്ച് ഇങ്ങോട്ടാക്കിയിട്ട് ഇതിങ്ങനെ ആക്കി കഴിഞ്ഞാൽ മാനുവൽ ഓടിക്കാം. പിന്നെ ഇവിടെ ബേക്കിൽ മറ്റേ അത്തയിൽ മറ്റേ ഫോഗ് പിടിച്ച് അത് റെഡിയാകുന്ന പരിപാടി. പിന്നെ ബേക്കിൽ AC ഇല്ലല്ലേ, ബേക്കിൽ AC ഇല്ല. ഇവിടെ ഒരു സെറ്റിൻ്റെ ഇതുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു സാധനമുണ്ട്. എനിക്കൊന്ന് കൂളിംഗ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഇതിൻ്റെ അത് അതൊന്നുമില്ല. പിന്നെ ഇവിടെ കുറേ ഹോൾഡർ സംഭവങ്ങൾ സാധനങ്ങൾ ഇവിടെ ഉണ്ട്. പിന്നെ തന്നെ ഇവിടെ കുറച്ച് സാധനങ്ങൾ, ഇവിടെ സിഗരറ്റിൻ്റെ കത്തിക്കുന്ന സാധനം, അങ്ങനെയുള്ള സാധനങ്ങളുണ്ട്. സിഗരറ്റ് വലിക്കുന്നവർക്ക് വേണമെന്ന് തോന്നുന്നത് പ്രിഫർ. പിന്നെ ഇവിടെ AC വിൻ്റെ, ഇവിടെ AC വിൻ്റെ. പിന്നെ ക്രൂസ് കൺട്രോൾ ഉണ്ട്, മീഡിയൻ്റെ സാധനമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ 2 ഡിസ്പ്ലേ. പിന്നെ ഇതുണ്ട്, ഇതിൻ്റെ അകത്ത് 2 ഡിസ്പ്ലേ ഉണ്ട്. പിന്നെ ഇത് മറ്റേ ഓട്ടോ മിറർ. പിന്നെ ഇവിടെ സ്റ്റോറേജ് സ്പേസ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ലൈറ്റ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ലൈറ്റ് വരും, മിററുണ്ട് അവിടെ. അങ്ങനെ ഒരുപ്പെട്ട ഒരു മനുഷ്യന് വേണ്ട എല്ലാം ഉണ്ട്. ഓടിക്കാനും നല്ല രസമുണ്ട്. പിന്നെ നല്ല സ്മൂത്താണ് ഓടിക്കാൻ. ഞാൻ ഓടിച്ചുകൊണ്ട് വന്നു, നല്ല രസമുണ്ട്. ഞാൻ ജോസ്ഫി സാറിന് ഈ വണ്ടി എടുത്തപ്പോൾ ഇത് എടുക്കുമെന്ന് വിചാരിച്ചാണ്. അങ്ങനെ ഇതെടുത്തേ. ഇതുണ്ട്, ലോക്ക് അൺലോക്ക്. കൊള്ളാം, ഒരെണ്ണം കൂടെ എടുക്കാൻ പോവാം. നോക്കട്ടെ, അവിടെ ചെന്ന് തുമ്പി വന്നില്ല. തുമ്പി വന്നതിന് ശേഷമാണ് ബാക്കി ഗുസ്തികളും പരിപാടികളൊക്കെ നടത്താൻ പോകുന്നത്. സാധനം ലോക്കാക്കി
ഇനി നമ്മൾ ബാക്കി പരിപാടിക്ക് പോട്ടെ. അതായത് എടുക്കണമെന്ന് വിചാരിച്ച് പോയതല്ല, സത്യം പറഞ്ഞാൽ വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാതെ പോയതാട്ടോ. എടുക്കണമെന്ന് വിചാരിച്ച് പോയതല്ല, അങ്ങ് എടുത്തു. എവിടെ പോവാ? അടുത്തെടുക്കാൻ പോകാം. നിങ്ങൾ പറഞ്ഞ ചില കാര്യം ശരി കേട്ടോ, തുടങ്ങിക്കഴിഞ്ഞാൽ പടപടെ പണി നടക്കും. അല്ലെങ്കിൽ ഇതേപോലെ ഇങ്ങനെ ഇതായിരിക്കും കേട്ടോ. ഇതോ ഇതോ ഇതെന്റെ പേപ്പറാ. ആണോ? മറ്റേ ചാമ്പ്യന്മാരുടെ പേപ്പർ കിട്ടിയോ? ഏത് മറ്റേ 15 ഡിസ്കവറിയുടെ 15 ഡിസ്കവറി ഇവിടെ പുള്ളി കൊടുത്താ. NOC ഒന്നുമില്ല, ലാസ്റ്റ് ഇവരെ തന്നെ മേടിച്ചു കൊടുത്തു. വലിയ അത് അവിടെയാണ്. ആണോ? മഞ്ഞ ലിപിക്ക് സംശയം തുടങ്ങി. നല്ല രസമുണ്ടല്ലേ തുമ്പി? എന്ത് രസമോടെ ഓടിക്കാൻ. ഫ്രണ്ട് ബമ്പറും ബാക്ക് ബമ്പറും ഒന്ന് പെയിന്റ് അടിക്കണം. ചെറിയ ചെറിയ സ്ക്രാച്ച് ഉണ്ട്, ചെറുതല്ല, അത്യാവശ്യമുണ്ട്. പോവാ. അടുത്ത വണ്ടി എടുക്കാൻ വേണ്ടി പോവാണ്. ഇതാ ഇന്ത്യ നേപ്പാൾ കൊളാബറേഷൻ ബസ്. ഇന്ത്യ നേപ്പാൾ കൊളാബറേഷൻ എടാ എവിടെയായിരുന്നു തോന്നുന്നു. ഞങ്ങളെ അക്കോഡ് എടുക്കാൻ വേണ്ടി പോയേക്കൊണ്ട് JCB-ലാണ് ഉണ്ടാക്കിയേക്കുന്നത്. അല്ല JCB. ആ കൈസ് ഞങ്ങൾ അക്കോഡ് എടുക്കാൻ വേണ്ടി പോവാണ്. കയറാം, കയറാം, അപ്പുറത്ത് കയറാം. അപ്പം നമുക്ക് കയറാം, നമുക്ക് അക്കോഡ് എടുത്തിട്ട് വരാം. അടുത്ത വണ്ടി കൂടെ എടുക്കാൻ വേണ്ടി പോവാണ്. എക്കോ, ഇതിന് വരുന്നത് അക്കോഡ്. അക്കോഡ് എടുക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. ഓട്ടോമാറ്റിക് സൺറൂഫ് ഉള്ള വണ്ടി. ഇതേ നമുക്കൊരു പണി നടത്താൻ വേണ്ടിയാണ് ഈ സാധനം. ഇതെടുത്തിട്ട് നമുക്ക് ഇച്ചിരി വർക്ക് ചെയ്യണം. അപ്പോൾ ഇത് ഡൽഹിയിൽ ഓടിയതിൻ്റെതായ ചെറിയ വർക്കുണ്ട്, പരിപാടിയൊക്കെ ഉണ്ട്. ഡൽഹിയിൽ ഓടിയതിൻ്റെതായ ചെറിയ സംഭവങ്ങൾ ഓടിച്ചു നോക്കാൻ പോവാം. ഫുള്ള് പറത്തിയിട്ട് പറ്റും, ഫുള്ള് ചെക്ക് ചെയ്യുക കേട്ടോ. തുമ്പി ലൈറ്റൊക്കെ അടിച്ച സാധനങ്ങൾ ചെക്ക് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാം നോക്കിയതിന് ശേഷം നമ്മളിപ്പോൾ തീരുമാനിക്കും. ഇതൊരു ഫ്ലൈറ്റ് പോകുന്നു തൊട്ടുമേലിൽ കൂടെ. ഇപ്പോൾ ടെസ്റ്റ് ഡ്രൈവിനുമുള്ള പരിപാടി കേട്ടോ ഭാരത്. ഞാൻ തിരക്കാന്ന് നോക്കി. ഈ ട്രാഫിക്കിൻ്റെ അകത്തൂടെ എങ്ങനെ ടെസ്റ്റ് ഡ്രൈവിന് പോകാനാ എനിക്കറിയത്തില്ല. ഈ ട്രാഫിക്കിൻ്റെ അകത്തൂടെ എങ്ങനെ ടെസ്റ്റ് ഡ്രൈവിന് പോകും? ഈ ഒരു ഇത് കഴിഞ്ഞിട്ടുണ്ട്, ബ്ലോക്ക് കഴിഞ്ഞവന്. നീ അവനോട് ടിഷ്യൂ മേടിച്ചോണ്ട് നീ കയറുന്നോ? വേണ്ട, അക്കോട് ഇത്ര ലക്ഷറി വണ്ടിയാ എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ. അതിന് ഇലക്ട്രിക്കൽ സെറ്റപ്പ് ഉണ്ടോ? പാട്ടൊന്നും ഇല്ല അതിൻ്റെ അകത്ത്. ഡിക്കിന്റെ അകത്ത് കുമാർ എന്തൊക്കെ പണിയെടുത്തിട്ടുണ്ട് കേട്ടോ. വാട്ടർ കൂളറിനൊക്കെ സാധനങ്ങൾ കാണാം. പിന്നെ വോളിയാ, വോളിയപ്പ് മീഡിയ. ഒച്ച കുറയ്ക്കട്ടെ. ഫുള്ള് 0. ഇവിടെ ഒച്ച കുറയ്ക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ എന്താ ഫുൾ ആഷ്ട്രേ. ഒരു പ്രീമിയം വണ്ടി തന്നെ കേട്ടോ. ഇറങ്ങിയ സമയത്ത് എന്ത് വിലയായിരുന്നു? എത്ര മുടിഞ്ഞ വിലയായിരുന്നു ആ സമയത്ത്? എന്നാ വില? ഇതിന് ആക്ച്വലി ഇതിന്റെ അത്ര വീൽ ബേസ് ഉണ്ട് കേട്ടോ. ഇതിന് ഈ ക്ലാസ് അത്രയില്ലേ? ആ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓടിച്ച് കഴിയുമ്പോൾ അറിയാം എങ്ങനെ ഉണ്ടാകുന്നുണ്ട്. ഞാൻ ഈ വണ്ടി ഉപയോഗിച്ചിട്ടില്ല, ഞാൻ ഓടിച്ചിട്ടില്ല, എനിക്ക് ഇതിനെക്കുറിച്ച് അറിയത്തില്ല. അപ്പം അറിയാവുന്ന ആൾക്കാർ ഉപയോഗിക്കുന്നത് പാഡൽ ഷിഫ്റ്റ് ഉള്ള വണ്ടിയാ. പാഡൽ ഷിഫ്റ്റ്, പിന്നെ എന്നൊക്കെയുള്ള സൺറൂഫ്, പിന്നെ ഓട്ടോ സൺറൂഫ്, പിന്നെ എന്തൊക്കെയുണ്ടല്ലോ വേറെ എന്താ ബാക്കി നോർമലി പറഞ്ഞ പോലെ ക്രൂയിസ് കൺട്രോള്. ഇതുണ്ട് ക്രൂയിസ് കൺട്രോള്. അങ്ങനെ അത്യാവശ്യം എല്ലാം ഉണ്ടല്ലോ തമ്പി. ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട്. മൈലേജ് ഉണ്ടാവില്ല കേട്ടോ. മൈലേജ് ഒരു 8-10 ഒക്കെ പ്രതീക്ഷ മതി. 8 ഒരു 6-7 ഒക്കെ പ്രതീക്ഷ. പക്ഷെ നല്ല രീതിയിൽ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 12-13 ഒക്കെ കിട്ടും. വലിയ പൊട്ടിക്കലൊന്നും പൊട്ടിക്കാതെ ഒരു 2 RPM-നുള്ളിൽ ഓടിച്ചു. അക്കോടാ എന്റെ അടുത്തുണ്ടായിരുന്നില്ല 2 എണ്ണം. എന്നിട്ടോ V6 ഉണ്ടായിരുന്നു. ഇതേതാ? ഇത് 2.4. എന്റെ അടുത്ത് 4 സിലിണ്ടർ 3 ലിറ്റർ V6 ഉണ്ടായിരുന്നു. 17,000 ഓടിയ വണ്ടി. തിരുവനന്തപുരത്താണ് കൊടുത്തത്. ഞാൻ ഓർക്കുന്നുണ്ട് ബാംഗ്ലൂർ. സുധീറിനെ അവിടെ കണ്ടില്ല ആ വണ്ടി. അതേ പോകുന്നു, മിസൈൽ കുറ്റി പോകുന്നല്ലേ. അനങ്ങുന്നില്ല. ഉയ്യോ, എന്താ രസം, എന്താ വണ്ടി. നമ്മളിപ്പോ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത അക്കോഡ് ഇതാണ്. ഈ അക്കോഡ് ഇപ്പം ഇങ്ങോട്ട് തിരിച്ചു വരും. ഇതിപ്പം വിലപ്പാകത്തിലാവാണ് എടുക്കും കേട്ടോ. ആയിട്ടില്ല, സംസാരിച്ചിട്ടില്ല. അവിടെ നിങ്ങൾ റിവേഴ്സ് വരണം. ഗൈസ് നോക്കൂ, ഇതുണ്ടോ, ഇത് ഇവിടെ കയറ്റി ഇടാൻ വേണ്ടിയാണ്. വിലപ്പാവായി കഴിഞ്ഞാൽ സാധനം എടുക്കുക. എന്നാ സാധനം ഇത് ലക്ഷറി വണ്ടിയാണ് കേട്ടോ. ഞാൻ ഇതിൻ്റെ അകത്തൊന്നും ഇത്ര ഫീലിംഗ് ഒന്നും പ്രതീക്ഷിച്ചില്ല കേട്ടോ. പക്ഷേ ഐക്കോണിക്കൽ വണ്ടി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വളരെ വളരെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു ഇതിൻ്റെ യാത്ര. എസ് ക്ലാസ്സിൽ പോകുന്ന, എസ് ക്ലാസ്സില്ല, ഒരു C ക്ലാസ്സിലൊക്കെ പോകുന്നൊരു സുഖമുണ്ട് വണ്ടിക്ക്. ഒരു C ക്ലാസ് സുഖമുള്ള
ഒരു മിനിക്കുട്ടി തന്നെ അമ്പട കള നല്ല കിടിലൻ യാത്ര. പക്ഷെ ക്യാമറി അത് ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല കേട്ടോ. ബാ ബാ ഇവിടെ താത്തുവേണ ഞാൻ പറഞ്ഞുതരാം. ഇത് സൺറൂഫ് ഉള്ള മോഡലാണ്. ആ എന്നാ കേറും കേറും. ഇവിടെ ഒരു കുഴപ്പമില്ല, ഇവിടെ ഒരു കുഴപ്പമില്ല ചേട്ടാ. ചേട്ടൻ പോരെ ചേട്ടാ, ഓടിച്ചോ പോവും. ഫുള്ളടിച്ചോ ചേട്ടാ. ചേട്ടാ ഓടി, ചേട്ടാ ഓടി, ഫുള്ളോടി ചേട്ടാ. കുറച്ചേ എടുക്കാവുള്ളേ. ഓടിക്കുക, എടുത്തോ മതി. മുത്തം വെക്കാനൊന്നുമില്ല. ഈ ഹെഡ്ലാമ്പ് മാറ്റേണ്ടി വരും കേട്ടോ. എന്നാ സംസാരിക്കുന്ന എന്നാ എന്തിനാ കൊണ്ടുവന്നേ? ആരെയാ എന്നെ എടുക്കാനാണോ? നേരെ ആക്കിയോ. ഇത് എവിടെ കൂടെ പാർക്കാനൊക്കെ പാടട്ടോ. വമ്പം വലിപ്പ സാധനത്തിന് അടിപൊളി. അവിടെ കിടക്കട്ടെ. നമുക്കെന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ വണ്ടി. നല്ല കിടുക്കാച്ചി വണ്ടി. പിന്നെ അതില്ലാത്ത പരിപാടികൾ ഒന്നുമില്ല കേട്ടോ. സീറ്റ് എന്നൊക്കെ പറഞ്ഞാൽ മസാജ് സീറ്റ്. പിന്നെ അത് കയറാൻ പറ്റില്ല ഗൈസ്. ഇത് കണ്ടോ, ഇതിവിടെ ഇങ്ങനെ ഗ്യാപ്പാ. ഓ എന്താ ഇന്റീരിയൽ നോക്കിയേ, കലക്കി. എന്തായാലും ചേട്ടൻ പൂട്ടിയിട്ട് വരട്ടെ, നമുക്ക് നേരെ പോവാം. നല്ല കട്ടിയുണ്ട് കേട്ടോ, അത്യാവശ്യം കുഴപ്പമില്ല. പണിയെടുക്കാണ്ട് കേട്ടോ ഗൈസ്. അതായത് വണ്ടി ഒന്ന് സ്കാൻ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ ചേട്ടൻ ഒന്ന് സ്കാൻ ചെയ്യാൻ വേണ്ടി കയറിയാക്കുവാണ്. നമ്മൾ നമ്മുടെ ഓഫർ കൊടുത്തിട്ടുണ്ട്. അവർ അവരുടെ പൈസ കുറച്ച് ഞാൻ പറഞ്ഞു വണ്ടി എടുത്തോളൂ ഉൾക്കൊള്ളാൻ. അതാണ് നമ്മുടെ കാര്യം. നമ്മള് നല്ല എൻഡോറൊക്കെ കാണിച്ചായിരുന്നു. നമ്മൾ നമ്മുടെ പൈസ പറഞ്ഞു റെഡിയാക്കാൻ. നമ്മൾ കണ്ടതിൽ ഏക എൻഡോറാണ് നമുക്ക് ഇഷ്ടപ്പെട്ട എൻഡോർ. ബാക്കിയൊന്നും നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്റെ ഇതിൽ എനിക്ക് ഇതിൽ അവർക്ക് നല്ലത്, നമുക്ക് ചീത്ത. വണ്ടി ചെസ്റ്റ് ചെയ്തിട്ട് നോക്കാം കേട്ടോ എങ്ങനെയാന്നുള്ളത്. വണ്ടൻ എഞ്ചിനാണ് കേട്ടോ, വണ്ടൻ എഞ്ചിൻ. 4 സിലിണ്ടറാണ്. അത്യാവശ്യം സെൻസറുകളും വാങ്ങാൻ തേങ്ങയൊക്കെയുള്ളൊരു ഇതാണ്. വലിയ കുഴപ്പമില്ലാത്തൊരു എഞ്ചിനാണ്. കൂടുതൽ എനിക്ക് പറയാനെ കുറിച്ച് അറിയത്തില്ല. ഇതൊക്കെ എന്നാ ലീക്ക്? പവർ സ്റ്റിയറിംഗ് ജപ്പാൻ ഒറിജിനൽ കണ്ടോ. ജപ്പാൻ ഭാഷ നിങ്ങൾ കാണുന്നുണ്ടോ? ജപ്പാൻ ഒറിജിനൽ കേട്ടോ. ഓഹ് അത് മാറിയിട്ടില്ല. ഇത് അടപ്പ് അടപ്പ് കൊക്കക്കോളയുടെ മക്കള്. അല്ല, അതിന്റെ അടപ്പ് പോയിട്ട് വേറെ ഷൂട്ട് ചെയ്തു കിട്ടാണ്ടാവൂല. അതെ, മേഡിൻ കൊക്കക്കോള. എഞ്ചിൻ സൈലന്റാ. ഫ്രണ്ടിൽ ആളുണ്ടെന്ന് പറയണേ, ഞാനുണ്ടെന്ന് പറയണേ. വലിയ എഞ്ചിന് നമ്മൾ പണിയെടുത്തിട്ടേ ഈ വണ്ടിയുടെ സൗണ്ട് കേൾക്കുന്നത് ഭയങ്കര സ്ലോ എഞ്ചിൻ പോലെ അല്ലേ? നമ്മുടെ എല്ലാം ഹെവി എഞ്ചിൻ ആയതുകൊണ്ട്. ഞങ്ങളുടെ ചെറിയ എഞ്ചിൻ ആകെ ഓമിനിയുടെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതിന്റെ സൗണ്ട് നോക്കണ്ട, പിന്നെ അങ്ങനെയാണല്ലോ. തുമ്പി കാട്ടവരാതി കള്ളപ്പുണ്ടജീവൻ കയറി നിൽക്കുന്ന നോക്കിയാ. ഈ ബോണറ്റ് തകർത്ത് കളഞ്ഞു. എടാ അവന്മാർ ഇവിടുത്തെ കില്ലാടികളാട്ടോ. ഇവിടെ പല വണ്ടിയിലും ഒന്നും കയറാതിരിക്കാൻ വേണ്ടി പിന്നെ ഈ വണ്ടിയുടെ മേളിൽ മറ്റേ ഇങ്ങനെ കുറ്റി പോലത്തെ സാധനമൊക്കെ വെക്കുന്നത് അങ്ങനെ കാണാറുണ്ട്. എന്താ സൗന്ദര്യം. വണ്ടിയെല്ലാം മേടിച്ചു, ഇതെല്ലാം ഇടാൻ സ്ഥലം വേണ്ടേ? 5 സെന്റ് സ്ഥലം കൂടെ മേടിക്കേ. അതവിടെ പൈസ പറഞ്ഞ് കിട്ടുന്നില്ലെന്ന് എല്ലാം മേടിച്ചാൽ. അതെ. തുമ്പി എന്നെ കാണിക്കുന്നു, ഓടിക്കാൻ പോവാ. ഇതെങ്ങനെ കേറി? ഓഹോ അപ്പടിയാ. ഓഫീസിൽ നിന്ന് സെക്കൻഡ് ചാവി കിട്ടി. ഇത് ഫസ്റ്റ് ചാവി അക്കോർഡിന്റെ. ഇനി എടുക്കാണ്ട് 2 വണ്ടി सामान किട്ടി. यार मेरे इंस्टाग्राम पे जितने की गाड़ी ली है ना, अभी वीडियो बना के डालेगा उतने तो से कमा लेगा उसमें. എത്ര വണ്ടി എടുക്കുന്ന പൈസ വീഡിയോ ഇട്ടിട്ട് भाई मेरे इंस्टाग्राम पे जाके मेरे फॉलोअर्स പറയുന്നത് ഗൈസ്. അതായത് 2 കീ സാധനങ്ങളൊക്കെ കിട്ടി അക്കോർഡിന്റെ. അക്കോർഡ് കുറച്ച് സെറ്റ് ആദ്യത്തെ വണ്ടിയുടെ കീ എന്റെ തുമ്പി മേടിച്ചോണ്ട് പോയി. അതിന്റെ രണ്ടാമത്തെ കീ ആ വണ്ടി തന്നെ ഉണ്ട്. ഫൈനലി നമ്മൾ 2 വണ്ടി എടുത്ത ദിവസം 12 ദിവസം നിന്നല്ലേ വരുത്തേട്ടാ. തുമ്പി 12 ദിവസം ശേഷം എടുക്കുന്നത്. 10 ദിവസത്തിന് ശേഷമാണ്
നമ്മൾ 2 അക്കോർഡ് എടുത്ത് റൂം റെന്റ് 10 ദിവസം കൊടുത്തെന്നല്ലേ പറഞ്ഞത്. അപ്പൊ പിന്നെ 11 അത് അവനെ കുറെ നാൾ നമ്മൾ വലിപ്പിച്ചപ്പോ അവനെ ഏൽപ്പിച്ച एक चाइना में खड़ी है, एक यूरोप में खड़ी है, ऐसे पूरा वर्ल्ड घूमते हैं। അടിച്ചുവിടുക നമ്മളെ കുറിച്ച് അടിച്ച് കീച്ചു നമ്മളെ ഞാൻ പോലും ഇത്ര പ്രൊമോഷൻ ചെയ്തിട്ടില്ല. നാളെ എൻഡവറിന്റെ കേസൊക്കെ പറഞ്ഞ് ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഭയ്യ മിലേഗ എല്ലാ ദിവസവും തലയാട്ടുണ്ടോ? ഭയ്യ മിലേഗ ഒന്ന് തലയടിക്ക്. കണ്ടോ കൈ തമസപ്പൊക്കെ തന്നു, എല്ലാം തന്ന കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആയിട്ടുണ്ട്. നമ്മൾ നേരെ പോവുകയാണ് സുഹൃത്തുക്കളെ, നമ്മൾ റൂമിലേക്ക് സഞ്ചരിക്കുകയാണ്. ബ്രിയോ ബാ ഹലോ കേട്ടോ തന്നെ അല്ല കേട്ടോ തന്നെ രണ്ട് ചാക്കോലി ഞാൻ കൊടുത്തതാ. പുള്ളി ഇച്ചിരി കാന്താരി കലക്കി കൊടുത്താലോ, പുള്ളി സെറ്റപ്പ് ആട്ടെ. വാ ബ്രിയോ കിളി പോയെന്നാ തോന്നുന്നു കേട്ടോ. ഗൈസ് ഫൈനലി എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അക്കോർഡ് എടുത്തു. അപ്പോൾ ഇന്ന് ഒരു അക്കോർഡ് എടുത്തു. പിന്നെ അതേപോലെ തന്നെ നമ്മളൊരു എൻഡവർ ഇന്ന് നടന്നില്ല. ഞാനേ ഒരു മിനിറ്റ് ഇവന് തുറന്നു തന്നേടാ, ഇച്ചിരി ലിഫ്റ്റ് കിട്ടാൻ സമയം എനിക്ക് ഇച്ചിരി തുറന്നു തന്നെ. ചുണ്ടല്ലേ പൊട്ടും കേട്ടോ. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, തണുപ്പുള്ള സ്ഥലത്ത് വരാൻ നേരത്ത് ഈ കാണുന്ന നിവ്യയുടെ സാധനം തന്നെ നിങ്ങൾ മേടിക്കാനുള്ളത് മേടിച്ചു, സാധനം സെറ്റായി. അപ്പോൾ എന്നാ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരെ അക്കോർഡ് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നു. ഇതിപ്പം നമ്മുടെ കുട്ടൻ ഇതേ കിടക്കുന്നു, തീൻ തിരക്കെടുത്തും. ഇപ്പം ഇവനെ എടുത്തോണ്ടാവും. അതിൻ്റെ മേളൊക്കെ ആരൊക്കെ എന്തൊക്കെ തിന്നിട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവനെ എടുത്തോണ്ടാണ് പോകേണ്ടത്. രാവിലെ നമ്മൾ ഇവനെ എടുത്തു. ഒന്നും കൂടെ എടുത്താന് ഒരു മറ്റേ ഈ MLA-യുടെ വണ്ടിയാ. അതെ, ഇവിടെ പടക്കം പൊട്ടിയാറും പുള്ളിക്കാരൻ പേടിയാ. അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു NOC മാറാൻ തരും. അപ്പോൾ നമ്മൾ പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു. യെസ്, ഇതാണ് നമ്മുടെ അക്കോർഡ്. അപ്പോൾ അക്കോർഡ് ഇവിടെ കിടപ്പുണ്ട്. അക്കോർഡിന് ഇവിടെ പാർക്ക് ചെയ്തു. നമുക്ക് സെക്കൻഡ് കീ കിട്ടി, എല്ലാ സാധനവും കിട്ടി. രാത്രി ആയിപ്പോയി, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറയാൻ പറ്റിയില്ല. അപ്പം സെക്കൻഡ് കീയും സംഭവങ്ങളും ഫസ്റ്റ് കീ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഡൽഹി പോലീസ് എടുത്തിട്ട് വരുമോ? ഇല്ലില്ല, ഇതിന് ഇനി ഓടാനുള്ള ഇതുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾ അത് കാണിച്ചു തന്നാണ്. അപ്പോൾ നമ്മൾ നേരെ കൊറോളയും കൊണ്ട് പോവാണ്. അപ്പോൾ നമുക്ക് കറങ്ങാനുള്ള കൊറോളയായി. ഇനി അതുകൂടാതെ വേറെ സംഭവം ഞാൻ പറയാം. അത് നമുക്ക് ലിസ്റ്റ് ചെയ്ത് താത്തണം കേട്ടോ. വണ്ടി ടയറൊക്കെ വെച്ച് കുറ്റിക്കകത്ത് കയറിയത് പോരെ. ആഗ്രഹം കാരണം എടുത്തു കേട്ടോ, ആരോടും പറയൂല. ഞങ്ങൾ പേഴ്സണൽ യൂസ് ആയിട്ട് ഞങ്ങൾ എടുക്കുള്ളൂ. ചെറിയ ആപ്പൊക്കെ ചെയ്ത് ഇങ്ങനെ പടക്കമൊക്കെ പൊട്ടിച്ച് അല്ലേ, രസമല്ലേ? അതെ ഗൈസ്, നോക്കൂ ഫൈനലി നമ്മളങ്ങനെ നമ്മുടെ ചെറുക്കനെ എടുത്തോണ്ട് നേരെ പോകുവാണ്. നല്ല വണ്ടിയല്ലേ, എന്നാ സുഖമായിരിക്കാൻ. ഇപ്പൊ നമ്മൾ നമ്മുടെ ട്രാവലറും ബസ്സും അല്ലാതെ നമ്മുടെ സ്വന്തം വണ്ടി ആദ്യമായിട്ട് കൊറോളയിലാണ് ഡൽഹി ഇറങ്ങുന്നത്. അങ്ങോട്ടോ ഇങ്ങോട്ടോ തുമ്പി ഇപ്പം പറയണം താഴോട്ട്. ഓക്കെ, ഇച്ചിരി കൂടെ താമസിച്ച് പറഞ്ഞത് നല്ലതായിരുന്നു. അതെ, എല്ലാ പരിപാടിയും നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ്. ഇവിടുന്ന് അത്യാവശ്യം കുറച്ച് ദൂരമുണ്ട് ഭക്ഷണം കഴിക്കുന്ന സ്ഥലം. ഇത് ഇറങ്ങി കഴിഞ്ഞാൽ ഈ ഫ്ലൈ ഓവറിന്റെ അപ്പുറത്ത് ഇന്ന് പോയ സ്ഥലത്താ പോകുന്നത്. തിരക്കായിരിക്കുമോ? അങ്ങനെയല്ലേ പറഞ്ഞു അങ്ങേർക്ക് ഇത് വേണോ, അത് തന്നെ വേണമെന്ന് ബീഫ് പറഞ്ഞു. നല്ല ബീഫായിരുന്നു. പിന്നെ ബീഫ് കഴിക്കുന്നതിന് കുഴപ്പമില്ല, പശു കഴിക്കുന്നതിനാണ് കുഴപ്പം. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ ഉള്ളവരുടെ ഏത് ഭാഷയാണ് നമ്മൾ പറഞ്ഞു പോത്തെന്ന് പറയണം. ഗൈസ് നോക്കൂ, എന്തായാലും നമുക്ക് നേരെ പറ്റുമോ? നമുക്ക് ക്രോസ് ചെയ്ത് നടന്നിട്ട് പോയി കഴിച്ചിട്ട് ഇപ്പുറത്തോട്ട് വരാം. അല്ലല്ലോ, അല്ലെ പിന്നെ യൂട്ടേൺ അടിച്ച് പോകണം. ഇതാകുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നേരെ റൂമിലോട്ട് കയറാൻ പറ്റും. ഇത് ഇങ്ങോട്ട് ഇട്ടു റൂമിൽ എടുത്താൽ നേരെ റൂമിലോട്ട് പോവാം. ഇല്ല യൂട്ടേൺ അടിച്ച് വീണ്ടും അടുത്തടുത്ത് യൂട്ടേൺ അടിക്കണം. അല്ല കുറ്റിയെല്ലാം കൊണ്ടിട്ട് പോകും. ഇല്ല കുറ്റിയൊന്നും ഇല്ല, നേരെ റിവേഴ്സ് എടുത്തു. ബേക്കിലൊരു വണ്ടി. അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞങ്ങൾ റൂമിലെത്തി. ഇത് ഞങ്ങളുടെ ഡ്രസ്സൊക്കെ അലക്കി ഉണങ്ങി പ്രസ് ചെയ്യായിരുന്നു, പ്രത്യേകം പറഞ്ഞായിരുന്നു. അങ്ങനെ പ്രസ് ചെയ്യാതെ നമ്മുടെ ഡ്രസ്സുകൾ എത്തിയിരിക്കുകയാണ്. ഇപ്പൊ എത്ര ദിവസം ഈ റൂമിൽ, പക്ഷെ ഈ റൂമിലെ ഞങ്ങൾ ഇത്രയും ദിവസം താമസിച്ചു എന്നുള്ളൊരു മുഷിപ്പല്ല, ഒരു മടുപ്പല്ല, ആ ഒരു ഇത് നമുക്ക് തോന്നിയില്ല. കാരണം നമ്മൾ ഓരോ ദിവസം ഓരോ തിരക്കുകളായിരുന്നല്ലോ. പിന്നെ ഇന്ന് മേടിച്ച വണ്ടിയുടെ NOC ഇന്ന് തന്നെ കട്ടായി, കൈ കിട്ടി. ഇപ്പൊ NOC ആയിരിക്കും. അതെ, കൈസിവിടെ എന്നെ സമയത്ത് കച്ചവടക്കാർ വണ്ടി മേടിച്ചിട്ട് അവര് ഈ ഓണർഷിപ്പ് മാറാതിരിക്കാൻ വേണ്ടി നാട്ടിലേക്ക് വണ്ടി കയറ്റിക്കൊണ്ട്, എന്നിട്ട് ആരാണോ വണ്ടി മേടിക്കുന്നത് അവരുടെ പേരിലേക്ക് എടുത്തു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ മാസങ്ങൾ കടന്നു പോയിട്ടുണ്ടാവും. അപ്പം അങ്ങനെയൊക്കെയാണ് ഇവിടെ ഈ NOC പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ഓണർമാര് വല്ല ദുബായിലോ ഗൾഫിലോ അതല്ല യൂറോപ്പിലോട്ടൊക്കെ ഉള്ള ബിസിനസ് എല്ലാം പോകും. അങ്ങനെ ഇത് മാറാൻ പറ്റൂല. അങ്ങനെയാണ് ഈ പേപ്പറുകൾ കിട്ടാതെ. യെസ് ഗൈസ് നോക്കൂ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര കാര്യം പറഞ്ഞു. ഇവിടെ വീണ്ടും മറ്റൊരു വീഡിയോ കണ്ടിരിക്കും. ഗുഡ് ബൈ ആൻഡ് ഗുഡ് നൈറ്റ്. സീ യു.